എന്നെ തേടി ഞാൻ നിൻ്റെ നാട്ടിൽ വന്നിരുന്നു. കാണുന്നവരെല്ലാം പറഞ്ഞു നീ മൊഞ്ചത്തിയാണെന്നൊക്കെ. സത്യമാണ്. ഐലൈനർ എഴുതിയ നിൻ്റെ 2 കണ്ണുകളും, നീണ്ടു നിവർന്നു കിടക്കുന്ന നിൻ്റെ കാർക്കുന്തൽ, പരന്നു കിടക്കുന്ന നിൻ്റെ ചെവിയും, പടവലം പോലെ നീണ്ടു നിൽക്കുന്ന മൂക്കും, തക്കാളി പോലെ തുടുത്തു നിൽക്കുന്ന നിൻ്റെ 2 കവിൾത്തടങ്ങൾ, റോസാപ്പൂ പോലെയുള്ള നിൻ്റെ ചുണ്ടും എനിക്കിന്ന് ഓർമ്മകളാണ്. നിനക്കായി ഞാൻ പാടുന്ന പാട്ടുകളും ഇന്നും നിൻ്റെ ഓർമ്മകളാണ്. നിൻ്റെ വോയിസ് കേൾക്കാൻ ഞാൻ പല വഴിയിലൂടെയും നോക്കാറുണ്ട്. ഒന്നിനും പറ്റാതെ വന്നാൽ നിന്നെ പ്രണയിച്ച സമയത്ത് നീ എനിക്ക് സ്നേഹത്തോടെ അയച്ച വോയിസ് ഇന്നും ഞാനതെടുത്ത് കേൾക്കാറുണ്ട്. അങ്ങനെ നീ എൻ്റെ അടുത്തുണ്ട് എന്ന് കരുതി സമാധാനിക്കും. അപ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അതിന് വല്ലാത്തൊരു ഫീലാണ്. പിന്നെ കൈപിടിച്ച് നടന്നതും കളിച്ചും ചിരിച്ചും ദേഷ്യപ്പെട്ടും ഒന്നായും നടന്ന മണിക്കൂറുകൾ അതെന്നും ഓർമ്മയുണ്ട്. മറക്കില്ല മുത്തേ, അതൊന്നും മറക്കാനും കഴിയില്ല. ഇന്നും നീ എൻ്റെ ജീവനാണ്, പ്രാണനാണ്. നീ എന്നെ വെറുത്താലും വെറുപ്പ് അഭിനയിച്ചാൽ നിൻ്റെ മനസ്സ് ഞാൻ കണ്ടറിഞ്ഞതാണ്. നിന്നെ ഞാൻ മനസ്സിലാക്കിയ പോലെ ഈ ലോകത്ത് ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, മനസ്സിലാക്കുകയുമില്ല, സ്നേഹിക്കുകയുമില്ല. നീ ഇന്ന് എന്നോട് കാണിക്കുന്ന അഭിനയം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാനറിയാതെ നീ എന്നെ കാണുന്നതും കാണാൻ ശ്രമിക്കുന്നതും ഇന്ന് ഞാൻ അറിയുന്നുണ്ട്. ഞാനന്ന് നീ ഓർക്കുന്നുണ്ടോ? ഞാൻ നിൻ്റെ നിഴലായി, തുണയായി നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക്. ഇന്നും ആ ജോലി നീ അറിയാതെ ഞാൻ ശമ്പളം വാങ്ങാതെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഞാൻ തന്ന വാക്ക് ഇന്നും ഞാനത് പാലിക്കുന്നുണ്ട്. മരണം വരെ ഞാനത് പാലിക്കുകയും ചെയ്യും. അത്രക്കും മനസ്സിൽ കയറിയ എൻ്റെ ജീവനും പ്രാണനുമാണ് നീ. ഇനി എന്താവും എൻ്റെ ജീവിതം എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉണർത്തട്ടെ. മരണം വരെ നിൻ്റെ ഓർമ്മകളുമായി, നിൻ്റെ സ്നേഹവുമായി ഞാൻ ജീവിക്കും. നീ ഇല്ലെങ്കിൽ, നിൻ്റെ ഓർമ്മകൾ ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാനല്ലാതാവും. ഇനി നിൻ്റെ ഓർമ്മകളുമായി മുന്നോട്ട് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നിന്നെ ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളറയിൽ നിന്നും ഞാൻ നിന്നെ പടിയിറക്കുകയാണ്. നിൻ്റെ ഓർമ്മകളും ഒന്നും ഇനിയില്ലാതെ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഇനി ഞാൻ ജീവിക്കുകയാണ്. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങനെയുള്ളൊരു ഓർമ്മകളും ഒന്നും ഇല്ലാതെ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവർക്കൊക്കെ വേണ്ടി ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ പോവുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.